ഇന്ന് ഗാന്ധി ജയന്തി. രാജ്യമെങ്ങും രാഷ്ട്രപിതാവിൻ്റെ സ്മരണകൾ പുതുക്കുന്ന ഈ പുണ്യദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു കടുത്ത വൈരുദ്ധ്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഒക്ടോബർ 1 രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ RSSൻ്റെ 100ാം വാർഷികത്തിൻ്റെ തലേന്നാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പോസ്റ്റൽ സ്റ്റാമ്പും 100 രൂപയുടെ നാണയവും പ്രകാശനം ചെയ്തുകൊണ്ട് RSSനെ വാഴ്ത്തി. ഇതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ RSS നേതാക്കൾ, സ്ഥാപകൻ KB ഹെഡ്ഗേവാർ അടക്കം ജയിലിൽ പോയിട്ടുണ്ട് എന്ന ഒരു പുതിയ ചരിത്രം പ്രധാനമന്ത്രി രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഗാന്ധി ജയന്തിയുടെ തലേന്നാൾ RSSന് അംഗീകാരം നൽകിയത് ഗാന്ധി സ്മൃതിയെ ഭയപ്പെടുന്നതിൻ്റെ തെളിവായാണ്, ഭരണഘടനയെ അവഹേളിക്കുന്ന നടപടിയായാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇവിടെയാണ് മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണങ്ങളിലെ തീവ്രതക്കുറവ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. RSSൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ നീക്കത്തെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കി. എന്നാൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിങ്ങനെയുള്ള ദേശീയ നേതാക്കളിൽ ആരുടെയും വ്യക്തിപരമായ ശക്തമായ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ പുറത്തു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയതുപോലെയുള്ള നേർരേഖയിലുള്ള ആക്രമണം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് എന്തുകൊണ്ടുണ്ടായില്ല? വർഗീയ ശക്തികളെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമായി നാം കാണേണ്ടി വരുന്ന ഈ നീക്കങ്ങൾക്കെതിരെ പ്രതിപക്ഷം ഒരേ മനസ്സോടെ ശക്തമായ നിലപാട് എടുക്കുന്നുണ്ടോ? പിണറായി വിജയൻ സംഘപരിവാറിനെ ഇങ്ങനെ നേർക്കുനേർ നേരിടുമ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ ജിഹ്വയായി കോൺഗ്രസ് കേരളത്തിൽ CPIMനെ വിമർശിക്കുന്നത് എന്തുകൊണ്ട്?